മാമി തിരോധാന കേസിൽ മൊഴിയെടുപ്പ് ആരംഭിച്ച് ക്രൈംബ്രാഞ്ച്. മൊഴിയെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞ ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. മകൾ അദീബയുടെ മൊഴിയാണ് നിലവിൽ രേഖപ്പെടുത്തിയത്. മൊഴിയെടുപ്പ് ഇന്നും തുടരും. വിവരങ്ങളുമായി ജോഷില കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുകയാണ്. ജോഷില, ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മാമിയുടെ മകളുടെ മൊഴിയെടുത്തിരിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട മൊഴിയെടുപ്പുകളിലേക്ക് അന്വേഷണ സംഘം നീങ്ങും. അതിനുശേഷം വിശദമായ അന്വേഷണ നടപടികളിലേക്ക് കടക്കാനാണോ തീരുമാനം? തീർച്ചയായും മനു, നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായിട്ട് 1 വർഷം തികയുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 21 അദ്ദേഹത്തെ കാണാതായത്. അതിനുശേഷം നടന്ന അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ള ബന്ധുക്കളുടെ പരാതിയിലാണ് DGP ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത് ഇപ്പോൾ. അതേസമയം തന്നെ മകൾ അദീബയുടെ മൊഴി കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ IG പ്രകാശനുമായി അദീബ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. കൂടിക്കാഴ്ച വളരെ തൃപ്തികരമാണെന്നാണ് ഇന്നലെ അദീബ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ മൊഴിയെടുപ്പ് തുടരുകയാണ്. ഇന്ന് ബന്ധുക്കളിൽ മറ്റ് ചിലരുമായി മൊഴിയെടുപ്പ് നടത്തും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആദ്യം തന്നെ മകളുടെ മൊഴിയെടുത്തു. മകളുടെ ഭർത്തൃ വീട്ടിൽ എത്തിയാണ് മൊഴിയെടുപ്പ് നടന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊഴിയെടുപ്പിന് ശേഷമായിരിക്കും മറ്റ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ചിന്റെ സ്പെഷ്യൽ ടീം പ്രത്യേക സംഘം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സംഘം അന്വേഷണം മറ്റ് ഘട്ടങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. മനു, ശരി ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്.